ഇത് ഇന്ന് ഞാൻ രാവിലെ ഇട്ടിട്ടുള്ള വേറൊരു ആളാണ് കേട്ടോ. ഇത് ചെവിയുള്ളവൻ, മറ്റവന് ചെവിയില്ല. എന്താ അറിയില്ല, വേറെ ബ്രീഡാണോ അതോ എൻ്റെ ചെവിക്ക് വല്ലതും പറ്റിയതാണോ അതോ വല്ല എന്താ പറയുക ജനറ്റിക്കൽ പ്രോബ്ലം ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇവന് ചെവിയുണ്ട്, നോർമൽ സൈസ് കാണുന്ന പോലെയാണ് തോന്നുന്നത്. പക്ഷെ മുഖത്തൊക്കെ എന്തോ ഒരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട്, വേറെ ബ്രീഡായിരിക്കാം. പക്ഷേ ഇവനെന്ന് കൊടുത്തിരിക്കുന്നത് വാൾനറ്റാട്ടോ. വാൾനറ്റ് ചാപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിക്കേണ്ടില്ലേ? വാൾനറ്റ്, കാഷ്യൂനട്ട്, പിന്നെ നമ്മുടെ ഏറ്റവും ഇഷ്ടം കടല, തൊണ്ടുള്ള കടലയാണ്, തൊണ്ടുള്ള നിലക്കടല. അതാണ് ഏറ്റവും ഇഷ്ടം. അതാകുമ്പോൾ തിന്നില്ല, മെല്ലെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ട് വയ്ക്കും. കാരണം വിൻ്റർ അടുക്കുകയല്ലേ, തണുപ്പ് തുടങ്ങി ഇവിടെ. അപ്പോൾ വിൻ്റർ അടുക്കുകയാണല്ലോ, അപ്പോൾ അതിന് പ്രിസർവേഷൻ അവർ കുറേ സേഫായിട്ട് എവിടെയെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് വയ്ക്കുകയാണ്. ഇത് മുഴുവൻ തിന്നിട്ടാണ് പോകണം കേട്ടോ, എവിടെയും കുഴിച്ചിട്ടൊന്നുമില്ല, അത് മുഴുവൻ അടിച്ചു വിട്ടു. വലിയ പേടിയൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറുതായ പേടിയൊക്കെ ഉണ്ട്. നമ്മുടെ അത്ര അടുത്ത പോലെ അത്ര പേടിയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിന് പിടിക്കില്ല അതിനെ ആൾക്കാർ. വലിയ പേടിയൊന്നുമില്ല, എന്നാലും ശകലമൊക്കെ ഉണ്ട്, പേടിയുണ്ട്. ഒരു ആളനക്കം കേൾക്കുമ്പോൾ ഒന്ന് പിന്നാക്കം പിൻവാങ്ങും. പക്ഷികൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കും. പക്ഷികൾക്ക് ഭക്ഷണം വെച്ചാൽ അവർ ആ സുഖമായിട്ടൊന്ന് കഴിക്കും. പക്ഷെ നമ്മുടെ ഒരു കാറ്റ് അതിൽ കൂടെ പോയാൽ മതി, അതെല്ലാം പോവും. അവർക്ക് ഭയങ്കര പേടിയാണ്, എന്നറിയില്ല. സ്ഥിരമായിട്ട് വരും അവിടെ. രാവിലെ ഒരു ചുവന്ന നിറത്തിട്ട് പക്ഷി വരുന്നുണ്ട്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വരണത്. രാവിലെ നേരത്തെ വരും, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരും, വായി സാപ്പിട്ട് പോവും. അവരുടെ നിന്ന് അടിച്ചു മാറ്റും. അവർ പണ്ട് തൂക്കിയിട്ട സമയത്ത് അത് നമ്മുടെ ഈ നടപ്പാതെ കൂടെ കയറി മറ്റേ പുറത്തിരിക്കണ സ്ഥലം ഉണ്ടല്ലോ, എന്തോ ഒരു പേരുണ്ട് അതിന്. അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അതിൻ്റെ ഇതുണ്ട്, കയ്യാല, അതായത് വോൾമാരിങ്ങനെ കെട്ടി വയ്ക്കില്ല നമ്മൾ, വേലി മാതിരി. അതുമാതിരി അതിൽ കൂടെ കയറിയിട്ട് ഇവന്മാർ കയറി അത് മുഴുവൻ തിന്നും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, കമ്പി മരത്തിൽ കെട്ടി ഇങ്ങോട്ട് വെച്ച് വലിച്ച് കെട്ടി അതിൽ കെട്ടി തൂക്കിയിട്ടു. അപ്പോൾ അതിൽ കെട്ടിക്കൂട്ടിപ്പോൾ അണ്ണാക്കാരനെ ആ കമ്പിയിൽ കയറാൻ പറ്റില്ല, വീഴും. അതുകൊണ്ട് അതിൽ പോവില്ല. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഡെയിലി വന്ന് അവരും അടിക്കും. പക്ഷികൾ ഇഷ്ടംപോലെ വന്ന് ഭക്ഷണം കഴിക്കും, നോ പ്രോബ്ലം. അല്ലെങ്കിൽ എന്താ, ഒരു ദിവസം ഒരു പാക്കറ്റ് വാങ്ങിയാൽ 2 ദിവസം കൊണ്ട് മുമ്പാർ തിന്ന് തീർക്കുന്നത് മുഴുവൻ. എന്നിട്ട് മുഴുവൻ വൃത്തികേടാക്കി നാശാക്കി വെച്ചിട്ട് പോകും. ഇപ്പോൾ പ്രശ്നമില്ല, കെട്ടി തൂക്കിയിട്ടപ്പോൾ ഇഷ്ടംപോലെ അവർക്ക് ഭക്ഷണം ഉണ്ടേനും കുറവാണ്. എത്ര കുറച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ അറിയുമോ? ഇവന്മാരാണ് മുഴുവൻ അടിച്ച് പിന്നിക്കുക. ഇവർക്ക് എത്ര തിന്നാലും പോരാ. അല്ലേ, നല്ല തക്കടി മുണ്ടന്മാർ പോലെ ഇരിക്കണ്ടില്ലേ, നല്ല വെരി ഹെൽത്തി. പാവങ്ങളാട്ടോ. ഇനി ഉണ്ടോ ചോദിക്കുക വന്നിട്ട്. കൈ ഇങ്ങനെ മടക്കി വയ്ക്കും, ആയിക്കോട്ടോ. അതാണ്ടോ കൈ മടക്കി ഇങ്ങനെ വയ്ക്കും. എന്താ ഉദ്ദേശം എന്ന് മനസ്സിലായില്ല, പക്ഷെ കൈ ഇങ്ങനെ മടക്കി വയ്ക്കും നമ്മളെ നോക്കിയിട്ട്. വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയായിരിക്കാം എന്ന് വിചാരിക്കാം. പോയി കഴിഞ്ഞു, കൊടുത്തില്ല ഇനി, അത്രയും മതി, അല്ലെങ്കിലേ വയറ് കിടന്നു പോവും പാവങ്ങളുടെ.